മക്കൾസ് വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ JK. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിക്കാനാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നിങ്ങളിത് സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇതിപ്പോൾ ഇനി കാണുന്ന 8ാം ക്ലാസ് ആണെങ്കിലും 9ാം ക്ലാസ് ആണെങ്കിലും 10ാം ക്ലാസ് ആണെങ്കിലും ഈ വലിയൊരു സത്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെ ഈ ഒരു തമ്പനിയിൽ കണ്ട കുട്ടികളൊന്നും ഞെട്ടിയിട്ടുണ്ടാവും. വെറും 40 ദിവസം കൊണ്ട് സാറെ 30ലേറെ ചാപ്റ്ററുകൾ പഠിക്കണോ? എങ്ങനെ പോസിബിൾ ആവും? എങ്ങനെ സാധ്യമാവും? അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ ഇടയിലാണെങ്കിലോ വേൾഡ് കപ്പ് ഫുട്ബോളാണ് അല്ലേ. നമ്മളെ നെയ്മറും മെസ്സിയും ക്രിസ്ത്യാനോ ഒക്കെ അവസാനത്തൊരു ഫുട്ബോൾ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ എല്ലാവരും ഫുട്ബോളിൻ്റെ ആവേശത്തിലായിരിക്കും. ഈ ഒരു ജൂൺ 11 മുതൽ അടുത്ത ജൂലൈ 11 വരെ ഫുട്ബോൾ നടക്കും. അത് കഴിയോടുകൂടി നമ്മളെ ഫസ്റ്റ് ടൈം എക്സാം ഇങ്ങോട്ട് എത്തും. നമ്മൾ ഒന്നാമത്തെ പരീക്ഷ, അതായത് ഫസ്റ്റ് ടൈം എക്സാം ഓണപരീക്ഷ എന്താ നിങ്ങൾക്ക് അറിയോ? അത് ഓഗസ്റ്റ് 13 നമുക്ക് എക്സാം വരുന്നത്. അപ്പോൾ ആ ഒരു ഓഗസ്റ്റ് 13 ഇടയിൽ നിങ്ങൾക്ക് സ്കൂളുള്ള ദിവസം എന്ന് പറഞ്ഞാൽ കേവലം വെറും 40ഓളം ദിവസം മാത്രമേ ഉള്ളൂ. ആ 40ഓളം ദിവസത്തിൽ നിങ്ങൾക്ക് എത്ര ചാപ്റ്റർ പഠിക്കണം? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു കാരണവശാലും നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ നമ്മൾ സ്കൂൾ തുടങ്ങുന്ന സമയത്ത് നമുക്കൊരു എഡ്യൂക്കേഷൻ കലണ്ടർ അല്ലേ, ഒരു വിദ്യാഭ്യാസ കലണ്ടർ ഇറങ്ങിയിട്ടുണ്ടാവും. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ പറഞ്ഞുതരാം. ഇപ്പോൾ ഇന്നത്തെ ഡേറ്റ് 13 വിചാരിക്കാം. അങ്ങനെയെങ്കിൽ ബാക്കി ഇവിടെ വളരെ കുറഞ്ഞ ദിവസം മാത്രമേ ഉള്ളൂ. ഏകദേശം ഒരു 11 വർക്കിംഗ് ഡേ ജൂണിൽ ഇനി കിട്ടുള്ളൂ. ജൂലൈയിലേക്ക് എത്തുമ്പോഴേക്കും ഇത്രയും ദിവസങ്ങൾ 31 വരെ ഉണ്ടെങ്കിലും ഈ റെഡ് കാണുന്നൊക്കെ ഒഴിവാണ്. ബാക്കിയുള്ള വർക്കിംഗ് ഡേ ഏകദേശം ഒരു 23 ദിവസമേ കിട്ടുള്ളൂ. ഇനി അടുത്ത് ഓഗസ്റ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഓഗസ്റ്റ് 31 വരെ ഉണ്ടെങ്കിലും പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. എന്താണ് ഈ ഓഗസ്റ്റ് 13 നമ്മുടെ ഒന്നാമത്തെ എക്സാം, അതായത് ഓണപരീക്ഷ ഫസ്റ്റ് ടൈം എക്സാം ആരംഭിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇനി എത്ര ദിവസമുണ്ട്? 1 2 3 4 5 6 7 ദിവസമേ വരുന്നുള്ളൂ. അങ്ങനെയെങ്കിൽ ടോട്ടൽ നമുക്ക് ഈ ഒരു വർക്കിംഗ് ഡേ കിട്ടാന്നാൽ ഇപ്പോൾ ഒരു ജൂൺ മാസത്തിൽ നമുക്ക് ഇനി ഏകദേശം ഒരു 11 വരുന്നുണ്ട്. ജൂലൈയിൽ നമുക്ക് ഏകദേശം ഒരു 23 വരുന്നുണ്ട്. ഓഗസ്റ്റിൽ നമുക്കൊരു 7 ദിവസം വരുന്നുണ്ട്. അങ്ങനെ 7 3 10 11 4 41 ദിവസം. ഈ 41 ദിവസത്തിൽ മക്കളെ നിങ്ങൾ പഠിക്കേണ്ട ചാപ്റ്ററിൻ്റെ എണ്ണം നിങ്ങൾക്ക് അറിയോ? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, SS, ഹിസ്റ്ററി. ഞാൻ ഒരു ടേബിളിന് ഉണ്ടാക്കിയിട്ടുണ്ട്. 8ാം ക്ലാസ്സുകാർക്കാണെങ്കിൽ ഇത്രയും ചാപ്റ്റർ പഠിക്കണം. ഏത് സബ്ജക്റ്റ് മാത്രമായിട്ടുള്ളൂ. 9ാം ക്ലാസ്സുകാർക്ക്, 10ാം ക്ലാസ്സുകാർക്ക് ഏകദേശം ഇതന്നെ വരുന്നുണ്ട്. ഒരു 20ൻ്റെ അടുത്ത്, ഒരു 19-20 ചാപ്റ്റർ വരുന്നുണ്ട്. പിന്നെ മലയാളം, അറബി, ഇംഗ്ലീഷ്, ഉറുദു, സംസ്കൃതം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു 30ലേറെ ചാപ്റ്റർ നിങ്ങൾ പഠിക്കണം. അപ്പോൾ ഈ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഇനി പഠിക്കാനുള്ള ദിവസങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ ഓരോ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചു പോകണം. ഇനി പഠിക്കാൻ ഈ ഒരു 40 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഈ ചാപ്റ്ററൊക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടാണോ? ആണ്, ഉറപ്പാണ് അല്ലേ. ആരെ കൊണ്ടായാലും ബുദ്ധിമുട്ടാണ്. അങ്ങനെ ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇനി സമയം കളയാതെ പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. നമ്മൾ 8ാം ക്ലാസ്സിലാണെങ്കിൽ യോധ ബാച്ച് ഓപ്പൺ ആയി കിടക്കാണ്. 9ാം ക്ലാസ് ആണെങ്കിൽ നിഞ്ച 2.0 1.0 സെറ്റാണ്. ഇനി 10ാം ക്ലാസ്സിലാണെങ്കിൽ അസ്ത്ര 1.0 2.0 തുടങ്ങി. അപ്പോൾ ഈ ചാപ്റ്ററുകളൊക്കെ ഇപ്പോൾ ഫിസിക്സ് ആണെങ്കിൽ ഫിസിക്സ് നമുക്ക് 10ാം ക്ലാസ്സിൽ 3 ചാപ്റ്റർ പഠിക്കാനുണ്ട്. അതേപോലെ 9ാം ക്ലാസ്സിൽ 3 ചാപ്റ്റർ, അതേപോലെ 8ാം ക്ലാസ്സിൽ 3 ചാപ്റ്റർ. ഈ ചാപ്റ്ററുകളൊക്കെ ഇനി പഠിപ്പിക്കാൻ നിങ്ങളുടെ സ്കൂളിൽ ആകെ എത്ര സമയമുള്ളൂ? കേവലം ഒരു 41 ദിവസം മാത്രമേ ഉള്ളൂ. ഈ 41 ദിവസം കൊണ്ട് ഇത്രയും ചാപ്റ്ററുകൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അത് ക്ലിയർ ആയിട്ട് സെറ്റായിട്ട് പൊളിയാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും ഇവിടെ റെഡിയാണ്. ഇനി സമയം കളയാതെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ. അതുകൊണ്ട് ഈ ഒരു 40 ദിവസത്തിനുള്ളിൽ ഈ ഒരു 30ലേറെ ചാപ്റ്റർ എങ്ങനെ പഠിക്കുക എന്നുള്ളത് ഞങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ പെട്ടെന്ന് എല്ലാവരും ജോയിൻ ചെയ്തോളൂ. സമയം കളയണ്ട. ഇപ്പം തന്നെ സമയം ഒരുപാടാണ്. വേൾഡ് കപ്പിൻ്റെ ആ ഒരു ഹരത്തിൽ എന്ത് ചെയ്യുന്നു? പാഠഭാഗങ്ങളൊക്കെ മറന്നു പോകും, അല്ലെങ്കിൽ പഠിക്കാനുള്ള താല്പര്യങ്ങളൊക്കെ കുറയും. അങ്ങനെ ആവരുത് മക്കളെ. നമുക്ക് വേൾഡ് കപ്പ് കഴിഞ്ഞാൽ നമ്മളുടെ കപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് ടൈം എക്സാം, സെക്കൻഡ് ടൈം എക്സാം, അതുപോലെ തന്നെ ഫൈനൽ എക്സാം ഒക്കെയാണ്. അതൊക്കെ നമ്മൾ കിടിലോസ്കി ആക്കി മാറ്റാൻ ഞങ്ങളെല്ലാവരും റെഡിയാണ്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ സൈലം ഫാമിലിയിൽ ജോയിൻ ചെയ്തോളൂ. ഇനി 9ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് ഇപ്പം തന്നെ നമ്മളെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളൂ. നമ്മളെല്ലാ അപ്ഡേഷനും അതിനകത്ത് കിട്ടും. അപ്പോൾ നമുക്കൊരു ഒറ്റക്കെട്ടായി സന്തോഷത്തോടെ ഈ ഒരു വർഷം അടിപൊളിയായിട്ട് പഠിക്കണം. 40 ദിവസമല്ല, ഇനി 30 ദിവസമായിക്കോട്ടെ, 10 ദിവസമായിക്കോട്ടെ, ആ എല്ലാ ദിവസവും കൊണ്ട് നമ്മൾ കിടിലമായിട്ട് എല്ലാ ചാപ്റ്ററുകളും പഠിച്ച് സെറ്റാക്കി തരും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? കൂടെ നിന്നോളൂ, വിശ്വസിച്ചോളൂ, അടിപൊളിയാക്കാം.